നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിലെ പരാജയത്തിനെ തുടർന്ന് ലയണൽ സ്കലോനി അർജന്റീനയുടെ കോച്ചിങ് സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുമോ എന്നൊരു ചോദ്യം അദ്ദേഹത്തോട് തന്നെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്തായാലും കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ചെയ്യും, ഡിസംബർ വരെ അദ്ദേഹം ഉണ്ടാകും, ഡിസംബറിന് ശേഷം എന്ത് എന്നൊരു ചോദ്യമുണ്ട്. സ്കലോനി പടിയിറങ്ങിയേക്കും എന്ന തരത്തിലാണ് അർജന്റീൻ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് കൊടുത്തിരുന്നത്. ഇനിയിപ്പോൾ ഒരു കോൺട്രാക്റ്റ് എക്സ്റ്റൻഷൻ ചർച്ച നടക്കും, എന്താകുമെന്ന് കണ്ടറിയണം, തുടരുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് എന്ന് സ്കലോനി തന്നെ പറഞ്ഞ സ്ഥിതിക്ക് പകരം ആര് വരും എന്ന ചോദ്യമാണ് വരുന്നത്. ഇനിയിപ്പോൾ സെപ്റ്റംബർ ഒക്ടോബർ ഒരു സൂപ്പർ ഫിഫ ഡേറ്റും അതിനുശേഷം നവംബറിൽ ഒരു ഫിഫ ഡേറ്റുമാണ്. മാക്സിമം 6 കളികൾ കളിക്കാം, പക്ഷേ അർജന്റീന 4 കളികളെ കളിക്കാൻ സാധ്യതയുള്ളൂ എന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ സ്കലോനി പടിയിറങ്ങിയാൽ പകരം ആര്? ഇപ്പോൾ അർജന്റീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് 4 പരിശീലകർക്കാണ് പ്രധാനമായും സാധ്യത. ഒന്ന് പാബ്ലോ ഐമർ സ്കലോനിയുടെ തന്നെ കോച്ചിങ് സ്റ്റാഫിലുണ്ട്. ഐമറെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പം സ്കലോനി പിൻവാങ്ങിയാൽ ഐമർ സ്റ്റെപ്പ് ഇൻ ചെയ്യുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. പിന്നെ മാർസലോ ഗലാഡോയും ഞാൻ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല, അർജന്റീനക്കാരനായിട്ടുള്ള വളരെ പ്രശസ്തനായിട്ടുള്ള പരിശീലകനാണല്ലോ മാർസലോ ഗലാഡോ. പിന്നെ ഡിയേഗോ സിമിയോണി, ഞാൻ പ്രത്യേകം പറയേണ്ട, എല്ലാവർക്കും അറിയാവുന്ന അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ പരിശീലകൻ ഡിയേഗോ സിമിയോണി. അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രീം കൂടിയാണ് അർജന്റീന ടീമിനെ പരിശീലിപ്പിക്കുക എന്നുള്ളത്. കൂടാതെ മൗറിസിയോ പൊച്ചറ്റീനോ, ഈ വേൾഡ് കപ്പിൽ അദ്ദേഹം പരിശീലിപ്പിച്ച USA മികച്ച പ്രകടനമാണ് നടത്തിയത്. അദ്ദേഹം അർജന്റീനയുടെ പരിശീലക സ്ഥാനം ലഭിച്ചാൽ തീർച്ചയായിട്ടും ഓടിയെത്തുമെന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ പ്രധാനമായിട്ടും ഇന്ന് ഈ 4 പരിശീലകരെയാണ് അർജന്റീന പരിഗണിക്കാൻ സാധ്യത എന്നാണ് ഇപ്പോൾ അർജന്റീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ അതിനൊക്കെ സ്കലോനിയുടെ കാര്യത്തിൽ ആദ്യം തീരുമാനമാവണം. എന്തായാലും FA പ്രിഫർ ചെയ്യുന്നത് സ്കലോനിയുടെ കോൺട്രാക്റ്റ് എക്സ്റ്റൻഷൻ തന്നെയാണ്. അത് സംഭവിച്ചില്ലെങ്കിൽ മാത്രമേ ഇത്തരം ഓപ്ഷനുകളിലേക്ക് പോവുകയുള്ളൂ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.